എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ പാർട്ട് 2 ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ, പാലക്കാട്. പാലക്കാടാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. 9ാമത്തെ ക്വസ്റ്റ്യൻ EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. ഓപ്ഷൻ എ ആണ് ആൻസർ, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമാണ് EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 10ാമത്തെയും 11ാമത്തെയും ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ, ഇറ്റലി. ഇറ്റലിയിലാണ് 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. ഓപ്ഷൻ എ ആണ് ആൻസർ, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24ലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. 15ാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഓപ്ഷൻ സി ആണ് ആൻസർ, 3ാമത്തേതാണ് ശരി, സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി സുപ്രീം കോടതിയും ഹൈക്കോടതിയും. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സർദാർ വല്ലഭായ് പട്ടേലുമായിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് പറഞ്ഞിരുന്നു. 1928ലാണ് ബർദോളി സത്യാഗ്രഹം നടന്നത്. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. ഓപ്ഷൻ ബി ആണ് ആൻസർ, നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. ഈ ഭേദഗതി 106ാം ഭേദഗതിയാണ്. 106ാമത്തെ ഭേദഗതിയാണിത്. നാരി ശക്തി വന്ദൻ അധിനിയം എന്നറിയപ്പെടുന്ന ഭേദഗതിയാണിത്. നാരി ശക്തി വന്ദൻ അധിനിയം എന്നറിയപ്പെടുന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടുള്ളത്, 1ഉം 3ഉം.
സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം. സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയാണ് 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത 3-ാം പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യ സ്വയം പര്യാപ്തത 3-ാം പഞ്ചവത്സര പദ്ധതി. സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം 4-ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5-ാം പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യ സ്വയം പര്യാപ്തത 3-ാം പഞ്ചവത്സര പദ്ധതി. 19-ാമത്തെ ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2, 3. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം എന്നിവയാണ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. 20-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.